അപ്പോൾ അതേ ഗോൾഡിൻ്റെ ബോക്സൊക്കെ എടുത്ത് ഒന്നൊരു മേക്ക് ഓവർ തന്നെ ആയേക്കാമെന്ന് കരുതി. അതല്ലേ നല്ലത്. ആദ്യം ജസ്റ്റ് ഒന്ന് കണ്ണെഴുതിക്കാളട്ടെ. കണ്ണെഴുതിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പോലെ. ഈ കാജലൊക്കെ എനിക്ക് ഹസ്ബൻഡ് വരുന്ന സമയത്ത് കൊണ്ടുതരുന്ന കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഏലസ് എന്തെങ്കിലും എഴുതി കിട്ടിയതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് എഴുതി കിട്ടിയതൊന്നുമല്ല, ഇത് അരുണിൻ്റെ ഏലസാണ്. ഞാൻ എഴുതിച്ചിട്ട് കിട്ടിയതാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതെവിടെയാ ഊരുക? ഒരു ഭാഗം ഇത് ലോക്കായിരിക്കും എന്നുവെച്ചാൽ അവർ. അപ്പം അതേ ഏലസ് അയച്ചു. ഇനി മാലയൊന്ന് മാറ്റിയിട്ടേക്കാം. ആ മാലേൻ്റെ മുകളിൽ ഇടാൻ കൊടുക്കണം. അപ്പോൾ ഏലസ് പറ്റൂല. അപ്പോൾ ഏലസിൻ്റെ വലിയ ചെയിൻ്റെ മുകളിലേക്ക് ആക്കണം. ഇതൊക്കെ റെഡിയാണോ എന്നൊന്ന് നോക്കുക. റെഡിയാണെങ്കിൽ ഇടുക. അപ്പം മാലയായി. ആ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത് കുഞ്ഞു കുഞ്ഞു വികൃതികളാട്ടോ. ഇനി വലിയ ഓർണമെൻറ്റ്സ് ബോക്സിൻ്റെ അകത്ത് എന്താണുള്ളത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ ഒരു വളയാണ്. ഇതെൻ്റെ മോളുടെ ഒരു വളയാണ്. നമ്മൾക്ക് എടുക്കേണ്ടത് ഇതിലാണ് കമ്മൽ. കുളിച്ച് വന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ചൂട്. കുറേ ആയിട്ടോ കമ്മലിടാത്തത്. കേസിടാൻ പറ്റുന്നില്ല. മോളെ ഇത്തിരി ചുമൻ്റെ മരുന്നെടുത്ത് കുടിക്കേ. ഇട്ടു. ഒന്നിട്ടു. ഇനി അടുത്തത് ഇടണം. ഇതിൻ്റെ ആണി കുറച്ചുള്ളിൽ വെച്ച് മുറിഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇടാൻ പറ്റുന്നില്ല. ഇതിലിട്ടിട്ട് അങ്ങനെ കമ്മലും മാലയൊക്കെ ചേഞ്ച് ചെയ്തു, കുളിച്ചു, വൃത്തിയായി.
അങ്ങനെ നേരത്തെ ക്ഷീണമൊക്കെ ഇതിലോ പോയില്ലേ. ഇപ്പം ഞാൻ സുന്ദരിയായില്ലേ. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തസുഖം വന്നാലും ഒന്ന് കുളിച്ച് ഒന്ന് ഒരിത്തിരി എന്താ പറയുക, മേക്കപ്പ് ചെയ്യണമെന്ന് പറയാനില്ല. ഞാനിപ്പോൾ കണ്ടില്ല, മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, കണ്ണെഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. ഒന്ന് ഉഷാറോടുകൂടി വന്നാൽ നമ്മളുടെ എല്ലാ അസുഖങ്ങളും അങ്ങ് മാറിപ്പോവും. അപ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ പോയിട്ട് ചോറുണ്ണണം. ഒന്നും കഴിച്ചിട്ടില്ല, പിള്ളേർ വന്നിട്ടുണ്ട്. ഇനി അവരുടെ കൂടെ ഒന്ന് ചോറും കൂടി കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെ അങ്ങ് പോവും. ഓക്കെ, ഇനി ചോറുന്നോളട്ടെ.